നമ്മൾ സംസാരിക്കുമ്പോൾ 20-21 വർഷങ്ങളായി മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ ഓരോ വരവിലും മലയാളികൾ ഇപ്പോഴും ദിവ്യ ഉണ്ണി നായിക തന്നെയാണ്. എങ്ങനെയാണ് ദിവ്യ ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങളായിരിക്കും അതിന് പിന്നിൽ? അറിയില്ല, അവരുടെ സ്നേഹമാണ്, ഒരുപാട് സ്നേഹമാണ്. അതെനിക്ക് അനുഭവം ഉണ്ട്. ഇപ്പോഴും മെസ്സേജസ് വഴിയും ഒരു പാട്ട് കണ്ടാലും ചിലപ്പോൾ സിനിമകൾ ചാനലിൽ നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഞങ്ങളിത് കാണുവാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്യാരക്ടേഴ്സിൻ്റെ ആയിരിക്കണം, പിന്നെ അത് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചാനൽസിൻ്റെ ആയിരിക്കണം. അതെല്ലാം കൂടെയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ സ്നേഹമുണ്ട്. പിന്നെ തിരിച്ചവരിലേക്ക് ഇപ്പം സിനിമ വഴി അല്ലെങ്കിലും നൃത്തവേദികൾ വഴി എത്തുമ്പോൾ അവർ പിന്നെയും അത് ഓർക്കാനായിട്ട് ഇടയാവുന്നു. അതും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നോടിങ്ങനെ ചോദിക്കും സിനിമകൾ കാണുന്നതുകൊണ്ട്. ഞാൻ പറയും അതെ, പക്ഷെ അവർക്ക് ആ സ്നേഹം അറിയിക്കാനായിട്ട് വീണ്ടും ഒരു പ്രസൻസ് കാണുന്നത് ചാനൽസ് വഴിയും പിന്നെ നൃത്തവേദികൾ വഴിയാണ്. അതെ, ഇപ്പം അന്ന് കല്യാണ സൗഗന്ധികം എന്ന് പറയുമ്പോൾ ശരിക്കും ദിവ്യക്ക് 14 വയസ്സേ ഉള്ളൂ അല്ലേ? പക്ഷെ ഹൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മലയാളത്തിലേക്ക് ഒരു പുതിയ നായികയും കൂടെ എത്തുകയാണ്. ആ 14 വയസ്സിൽ അങ്ങനത്തെ ഇപ്പം എനിക്കൊന്ന് വർണ്ണപ്പകിട്ടും 15 വയസ്സിൽ തന്നെ ചെയ്യുന്ന അതേ വർഷം തന്നെ. അപ്പോൾ 14 വയസ്സിൽ വന്നിട്ട് വർണ്ണപ്പകിട്ടിലേക്ക് ഒരു നല്ല എന്താ പറയുക, കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അല്ലേ? നാൻസി എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു, കരയുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും ആ ഒരു ഏജിൽ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു ആ കഥാപാത്രം? അതൊക്കെ പറഞ്ഞു തന്നത് നമ്മൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ അവര് അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ അവർ ആക്ട് ചെയ്ത് കാണിച്ചെന്നാൽ ഞാൻ അങ്ങനെ കോപ്പി ചെയ്തോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പൊ ശശി സാറൊക്കെ പറഞ്ഞു തരാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇനിയും വിഷമം വരട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആ ഇമോഷന്റെ ലെവലിൽ പറഞ്ഞു തന്നിട്ട് ചെയ്തല്ലാണ്ട് ക്യാരക്ടറിന്റെ ഇന്റൻസിറ്റി ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴും ഇപ്പോൾ പല ഇൻ്റർവ്യൂവിലും ദിവ്യ പറയുന്നത് കേട്ടു, ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കുക ഉണ്ടായിട്ടില്ല. അതേസമയം ഇപ്പോഴത്തെ നായികമാരല്ല, എല്ലാ ആക്ടേഴ്സിനോട് തന്നെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുക, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തപ്പം മാല പാർവതി ചേച്ചി പറയുന്നു, എത്രത്തോളം സ്ക്രിപ്റ്റ് വായിക്കുന്നോ അത്രത്തോളം അവരെ കഥാപാത്രവുമായിട്ട് ഇഴുകി ചേരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തന്നെ എടുക്കുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ അത് അങ്ങനെയേ അല്ലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയം. അങ്ങനെയല്ലായിരുന്നു. നമ്മൾ അന്ന് സീൻ നമുക്ക് വായിക്കാൻ തരും. അത് പക്ഷെ അന്ന് രാവിലെ സീൻ വായിക്കാൻ തരും. അതല്ലാണ്ട് ഫുൾ ഇപ്പോൾ 1 ലൈനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇത് മുഴുവനാണ്, ഇത് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ. അതെ, വർക്ക്ഷോപ്സ്. അതെ അതെ, ചില സിനിമകൾക്ക് മുൻപേ ഈ കഥാപാത്രങ്ങളെല്ലാം കൂടെ ഒരു വർക്ക്ഷോപ്പിലേക്ക്, പിന്നെ സ്ക്രിപ്റ്റ് റീഡിംഗ്, കോസ്റ്റ്യൂം ട്രയൽ, എന്താ ഫസ്റ്റ് ലുക്ക് ടെസ്റ്റോ, അങ്ങനെ ലുക്ക് ടെസ്റ്റ്, അങ്ങനത്തെ ഒന്നും ഒരു കാര്യങ്ങളും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടും നല്ലത് തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ വായിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എനിക്കും അനുഭവപ്പെടാറുണ്ട്. ഇപ്പം ഞാൻ സിനിമയല്ല എങ്കിലും ഒരു പുതിയ ഒരു കൊറിയോഗ്രാഫിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളത് ചെയ്ത് വെച്ചേക്കണ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യുമ്പോഴത്തെ ഗുണമൊക്കെ ശരിയാണ് വരാറുണ്ട്.